ആഘോഷമായി ഇന്നാഘോഷമായി 100-ാം പിറന്നാളിന്നാഘോഷമായി ലൂർദ് പുരത്തിനാഘോഷമായി സ്നേഹദീപം ഉയരുകയായി ഇനി 100-ാം പിറന്നാൾ. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സമൂഹത്തിന്റെ വിത്ത് ലൂർദിപുരത്തിന്റെ മണ്ണിൽ മുളച്ച് വളർന്ന് പന്തലിച്ചതിന്റെ 100 വർഷങ്ങൾ. ദൈവകൃപയുടെ 100 വർഷങ്ങൾ. 1839 മെയ് 21 ഫ്രാൻസിലെ നാൻസ് എന്ന ഗ്രാമത്തിൽ ജനിച്ച ഹെലൻ ഡി ഷപ്പോട്ടിൻ മിഷണറി ആവുക എന്ന ദൈവിക ഉൾവിളി സ്വീകരിച്ച് പുവർ ക്ലയേഴ്സ് എന്ന സന്യാസ സഭയിൽ ചേർന്നു. അനാരോഗ്യം നിമിത്തം തന്റെ സന്യസ്ത പഠനം പൂർത്തിയാക്കാനാവാതെ തിരികെ വരേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു. തന്നെ ഒരു മിഷണറിയാക്കി മാറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെലൻ എന്ന യുവസന്യാസിനിക്ക് ഒരു ദൈവീക ഉൾവിളി ലഭിച്ചു. നിനക്ക് സഭയ്ക്കു വേണ്ടിയും മാർപ്പാപ്പയ്ക്കു വേണ്ടിയും ക്രൂശിതയാകാൻ കഴിയുമോ എന്ന ദൈവിക പ്രേരണയ്ക്ക് അവൾ അതെ എന്ന് പൂർണ്ണ സമ്മതം നൽകി. ഇനി മുതൽ നീ മേരി ഓഫ് ദ പാഷൻ അഥവാ സഹനത്തിന്റെ പുത്രി എന്ന് അറിയപ്പെടും. അതെ, ദൈവിക അരുളപ്പാടിന്റെ പൂർത്തീകരണമായി ഈ യുവസന്യാസിനി മേരി ഓഫ് ദ പാഷൻ എന്ന നാമം സ്വീകരിച്ച് ഇന്ത്യയിലെ മഥുര മിഷൻ പ്രദേശത്ത് എത്തിച്ചേർന്നു. തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായി മാർപ്പാപ്പയുടെ അനുമതിയോടെ 1877 ഊട്ടിയിൽ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി അഥവാ FMM സന്യാസ സഭയ്ക്ക് രൂപം നൽകി. ഇന്ന് ലോകമെമ്പാടും FMM സന്യാസ സഭയ്ക്ക് ശാഖകളുണ്ട്. 79 രാജ്യങ്ങളിലായി 7000 സഹോദരിമാർ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. 20 വയസ്സ് മുതൽ 105 വയസ്സുവരെ പ്രായമുള്ള സന്യാസിനിമാർ ഇന്ന് FMM സന്യാസ സഭയിൽ സേവനമനുഷ്ഠിക്കുന്നു. വാഴ്ത്തപ്പെട്ട മദർ മേരി ഓഫ് ദ പാഷൻ, വാഴ്ത്തപ്പെട്ട മരിയ അസുന്ത, ചൈനയിലെ ബോക്സർ റവല്യൂഷനിൽ ധീര രക്തസാക്ഷിത്വമകുടം ചൂടിയ 7 FMM വിശുദ്ധർ, രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ കാശ്മീരിലെ തീവ്രവാദികൾക്ക് മുമ്പിൽ സ്വന്തം ജീവൻ നൽകിയ മദർ തെരസലീന എന്നിവർ FMM സന്യാസ സഭയുടെ സ്വർഗീയ നിക്ഷേപങ്ങളാണ്. കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലെ കാട്ടിപ്പറമ്പിൽ 1916 തുടർന്ന് 1922 റിബറോ ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം തെക്കൻ കേരളത്തിലെ ലൂർദുപുരത്തിന്റെ മണ്ണിലും FMM എന്ന സന്യാസ സമൂഹം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആരംഭത്തിൽ 7 വിദേശ മിഷണറിമാർ ഉൾപ്പെടെ 14 സന്യാസിനിമാരുമായാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസമോ നല്ല സംസ്കാരമോ അവകാശപ്പെടാനില്ലാതിരുന്ന അന്ധവിശ്വാസങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നന്നേ പണിപ്പെടേണ്ടി വന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീകളുടെ ഉന്നമനവും ലക്ഷ്യമാക്കി അതേ വർഷം തന്നെ ലൂർദിപുരത്ത് സെന്റ് ജോസഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ സമീപ പ്രദേശത്തെ 14 ഗ്രാമങ്ങളിൽ നിന്നുള്ള വനിതകൾ ഈ തുന്നൽ കേന്ദ്രത്തിൽ തൊഴിൽ തേടിയിരുന്നു. വർഷങ്ങളോളം ഈ പ്രദേശത്തെ വനിതകളുടെ വികസനത്തിനും അഭിവൃദ്ധിക്കുമായി പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൽ ഇന്ന് 12 സ്വയം സഹായ സംഘങ്ങളിലായി 250ഓളം വനിതകൾ തൊഴിൽ കണ്ടെത്തുന്നു. 1924 കോൺവെന്റിനോട് ചേർന്ന് ഒരു ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. പിന്നീട് 1979 സൗകര്യപ്രദമായ രീതിയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുകയും ദീർഘകാലം അത് അനേകർക്ക് ആശ്വാസ കേന്ദ്രമായി തീരുകയും ചെയ്തു.
ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയായിരുന്നു സിസ്റ്റേഴ്സിന്റെ അടുത്ത ലക്ഷ്യം. തങ്ങളുടെ അടുത്തെത്തുന്ന കുട്ടികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുവാൻ സിസ്റ്റേഴ്സ് പരമാവധി ശ്രമിച്ചിരുന്നു. തുടർന്ന് 1940 1 മുതൽ 3 വരെയുള്ള ക്ലാസുകളിലായി 150 വിദ്യാർത്ഥികളുമായി സെന്റ് ഹെലൻസ് എന്ന വിദ്യാലയത്തിന് തുടക്കം കുറിച്ചു. 1950 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഈ വിദ്യാലയം 1968 അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തപ്പെട്ടു. 1976 ഹൈസ്കൂളായും 2002 ഹയർ സെക്കൻഡറി സ്കൂളായും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്തു. 150 വിദ്യാർത്ഥികളും 4 അധ്യാപകരും 3 ക്ലാസുകളുമായി ആരംഭിച്ച സെന്റ് ഹെലൻസ് എന്ന വിദ്യാലയം ഇന്ന് 1500 വിദ്യാർത്ഥികളുമായി ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ തിലകക്കുറിയായി പ്രശോഭിക്കുന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, അസിസ്റ്റന്റ് കളക്ടർ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രഗത്ഭർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ മഹത് വ്യക്തികളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് സെന്റ് ഹെലൻസിന് ഏറെ അഭിമാനകരമാണ്. തിരുവനന്തപുരം അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവും സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് പിതാവും സെന്റ് ഹെലൻസിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഇന്ന് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലെ മാതൃകാ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാൻ സെന്റ് ഹെലൻസിന് കഴിഞ്ഞു. അധ്യയനത്തിനു പുറമെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി SPC, ബാൻഡ് ട്രൂപ്പ്, ഗൈഡിംഗ്, ലിറ്റിൽ കൈറ്റ്സ്, NSS എന്നിവയും പ്രവർത്തിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏറെ മുമ്പിൽ നിൽക്കുന്ന ഈ വിദ്യാലയം ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സെന്റ് ഹെലൻസ് നഴ്സറി സ്കൂൾ പ്രവർത്തിച്ചു വരുന്നു. 2002 ആരംഭിച്ച സെന്റ് ഹെലൻസ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്നും ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നു. നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ബോർഡിംഗ് സംവിധാനവും പ്രവർത്തിച്ചു വരുന്നു. ഈ പ്രദേശത്ത് ആദ്യമായി സ്ഥാപിതമായ സന്യാസ സഭ എന്ന നിലയിൽ ലൂർദിപുരം FMM സിസ്റ്റേഴ്സ് ചിന്നത്തുറ മുതൽ ചൊവ്വര വരെയുള്ള വിവിധ ദേവാലയങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ലൂർദിപുരം, നമ്പ്യാതി എന്നീ ഇടവകകളിലും കരിച്ചൽ സബ്സ്റ്റേഷനിലും FMM സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. BCC യൂണിറ്റ് മീറ്റിംഗുകളിൽ സജീവമായി പങ്കെടുത്ത് വചന വിചിന്തനത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്നു. രോഗികളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കാനുമായി ഭവന സന്ദർശനം നടത്തുന്നു. ഇതിലൂടെ കുടുംബ പ്രശ്നങ്ങൾ അറിയുവാനും അവ പരിഹരിക്കുവാനും ശ്രമിക്കുന്നു. ലൂർദിപുരം, കരിച്ചൽ, നമ്പ്യാതി ഇടവകകളിലെ മതബോധന പ്രവർത്തനങ്ങളിൽ FMM സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. മതബോധന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുക, ആദ്യ കുർബാന, സ്ഥൈര്യലേപനം, വിവാഹ ഒരുക്ക ക്ലാസുകൾ, മാരേജ് റെക്ടിഫിക്കേഷൻ, അഡൽട്ട് കാറ്റക്കിസം എന്നിവയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇടവകകളിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്തസംഘടനകൾ ചൈൽഡ് പാർലമെന്റ്, KCYM, CLC, SFO എന്നീ സംഘടനകളിലൂടെ ജനങ്ങളെ ദൈവസ്നേഹ ബോധ്യത്തിലേക്ക് വളരാൻ സഹായിക്കുന്നു. FMM സന്യാസ സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ട് അൽമായരുടെ സംഘടനയായ FMM അസോസിയേറ്റ്സ് ലൂർദിപുരം പ്രവർത്തിക്കുന്നു. 2022 ഏപ്രിൽ 25 100 വർഷങ്ങൾ പൂർത്തിയായതിന്റെ കൃതജ്ഞതാ ബലിയോടുകൂടി സെന്റിനറി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ ഇടവക അംഗമായ സെന്റ് ഹെലൻസിലെ ഒരു വിദ്യാർത്ഥിക്ക് സ്നേഹഭവനം ഒരുക്കുവാൻ സാധിച്ചു. സെന്റ് ഹെലൻസിലെ പൂർവ്വ അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്നേഹസംഗമം നടത്തുകയുണ്ടായി. സെന്റ് ജോസഫ് വർക്ക് റൂമിലെ ആദ്യകാല പ്രവർത്തകരെ ഒരുമിച്ചുകൂട്ടി സ്നേഹ കൂട്ടായ്മ നടത്തി. വിവിധ കാലഘട്ടങ്ങളിൽ സെന്റ് ഹെലൻസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒത്തുകൂടുവാനും മധുരസ്മരണകൾ പങ്കുവയ്ക്കുവാനും ഉതകുന്ന തരത്തിൽ
സെന്റിനറി മീറ്റുകൾ നടത്തി. ഫ്രാൻസിസ്കൻ മൂന്നാം സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചു. നവംബർ 15 വാഴ്ത്തപ്പെട്ട മേരി ഓഫ് ദ പാഷന്റെ തിരുനാളിന് FMM ലേ അസോസിയേറ്റ്സിന്റെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. നന്മയുടെ 100 വർഷങ്ങൾ, ദൈവകൃപയുടെ 100 വർഷങ്ങൾ ലൂർദിപുരത്തിന്റെ മണ്ണിൽ പൂർത്തീകരിക്കുകയാണ്. പ്രവർത്തനാധിഷ്ഠിതമായ സുവിശേഷവൽക്കരണത്തിലൂടെ ക്രിസ്തു സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകാൻ ലൂർദിപുരം FMM സിസ്റ്റേഴ്സിന് സാധിച്ചു. ലൂർദിപുരത്ത് ആരംഭിച്ചുവെങ്കിലും സമീപ പ്രദേശങ്ങളിലെല്ലാം ദൈവകൃപയുടെ വെൺശോഭ ജ്വലിപ്പിക്കാൻ FMM സിസ്റ്റേഴ്സിന്റെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ആധ്യാത്മിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും അജപാലന രംഗത്തും ശാരീരിക മാനസിക ആരോഗ്യ രംഗത്തും കുടുംബ നവീകരണ രംഗത്തുമെല്ലാം നിർണായകമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ചെയ്യാൻ ലൂർദിപുരം FMM സിസ്റ്റേഴ്സിന് സാധിച്ചു എന്നത് ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണമാണ്. ഇനിയും വർഷങ്ങളോളം ഞങ്ങളുണ്ടാവും. അശരണർക്ക് ആശ്വാസമായി, ഒറ്റപ്പെട്ടവർക്ക് സാന്ത്വനമായി, രോഗികൾക്ക് ആശ്വാസമായി. അതെ, സഭാസ്ഥാപകയായ വാഴ്ത്തപ്പെട്ട മദർ മേരി ഓഫ് ദ പാഷന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാകുന്നു. ഇത് എൻ്റെ കരവേലയായിരുന്നെങ്കിൽ എന്നോടൊപ്പം നശിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരവേല ആയതിനാൽ അത് നിലനിൽക്കും. നന്മയുടെ പ്രഭാകിരണങ്ങൾ ചൊരിഞ്ഞു ജ്വലിക്കട്ടെ FMM സിസ്റ്റേഴ്സ് എന്ന സന്യാസ സമൂഹം എന്നെന്നും ഈ മണ്ണിൽ.